ഹേ ഗായ്സ്, നമുക്കിന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അറ്റ് ദ സെയിം ടൈം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗീ റൈസ് വിത്ത് ഫ്രൈഡ് ചിക്കൻ പരിചയപ്പെട്ടാലോ. വലിയ മസാലയൊന്നും ഇല്ലാത്ത വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു ഗ്ലാസ് അരി കഴുകി വെള്ളം പോകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കൈമ റൈസാണ് കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവറാണ് അതിന്. നമുക്ക് പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1 ടേബിൾ സ്പൂൺ ഗീ. അതിനുശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക. വലിയ മസാലയൊന്നുമില്ല, ഇത്ര മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് ഒരു മൈൽഡ് ഫ്ലേവർ നമുക്ക് കിട്ടിയാൽ മതി. ഇനി അതിൻ്റെ ഒരു റോനെസ് മാറുന്ന വരെ നമുക്കത് തീയിൽ വെച്ചിട്ട് അതിനുശേഷം നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് അതിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ആ വെള്ളത്തിൻ്റെ അംശം പോകുന്നവരെ അത് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റേഷ്യോ ആണ് 1:2. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അത് ഓൾമോസ്റ്റ് എല്ലാ ഗീ റൈസിനും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കഴിഞ്ഞു. നമുക്കിനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചാൽ ഇത് നന്നായിട്ട് വേവത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അപ്പോൾ ഞാനിതിവിടെ മൂടി വെച്ചു. ഇപ്പോൾ നമ്മുടെ അരി തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. അത് കഴിഞ്ഞ് വെള്ളം മുഴുവൻ വറ്റി കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗീ റൈസ് റെഡിയായി. അപ്പോൾ ഇതിന് ഇത്രേ ജോലിയുള്ളൂ. സോ നമ്മുടെ ഗീ റൈസ് ഇസ് റെഡി. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ചിക്കനാണ്. ചിക്കൻ ചെറിയ പീസസാക്കി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കായതുകൊണ്ട് അവർക്ക് ചെറിയ പീസസ് ആയിരിക്കും ഇഷ്ടം. ബോൺലെസ് ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ചിക്കനിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതിന് അത്രയ്ക്ക് വലിയ എരിവൊന്നുമില്ല, സ്പൈസി അല്ല അത്. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു പ്രശ്നവും വിചാരിക്കേണ്ട. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി ചതച്ചത്. പിന്നെ കോൺഫ്ലോർ എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്ക് ആവത്തില്ല. അതിനാണ് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിതെല്ലാം ഒരുമിച്ച് യോജിപ്പിച്ച് വെച്ച് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം അവിടെ. അപ്പോഴാണ് ആ ഒരു മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരത്തുള്ളൂ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനിടാം കേട്ടോ. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അതിനുശേഷം എന്താ പറയുക, ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനും റെഡിയായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജോലി. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. അതിനുശേഷം ഞാനൊരു കാര്യം വിട്ടുപോയിട്ട്, ഞാനൊരു ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചിക്കനൊരു ടെൻഡർനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കനും ഇവിടെ റെഡിയായി. അപ്പോൾ ഓൾറെഡി ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്, ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ ഗീ റൈസ് വിത്ത് ഫ്രൈഡ് ചിക്കൻ റെഡിയായി. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. കുട്ടികളുള്ള അമ്മമാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു കോംബോ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.